ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. അതിനാവശ്യമായവ: നാടൻ മുരിങ്ങയില, തേങ്ങ തിരുമ്മിയത്, വെളുത്തുള്ളി, മുളക് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ജീരകം, ഉപ്പ്. കടുക് ഞാൻ 2 പ്രാവശ്യം കാണിച്ചെന്ന് തോന്നുന്നു, കാണിച്ചിരിക്കുന്നു. പിന്നെ ഒരു ചീനച്ചട്ടി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 2 സ്പൂണ് അല്ലെങ്കിൽ 2 അടപ്പ് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിരിക്കുന്നു. അതിനുശേഷം മുരിങ്ങയില റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുരിങ്ങയിലയും ആ കടുകും കൂടെ മിശ്രിതമാവുന്ന സമയത്ത്, നമുക്ക് കൂടി ചേരുന്ന സമയത്ത് നമുക്ക് ഒരു ജാറെടുത്ത് നമുക്കിത് തോരന് വേണ്ടി ചതച്ചെടുക്കാം. പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും കൂടാണ്, രണ്ടും കൂടെ മിശ്രിതമാക്കിയാണ് ഞാൻ എടുക്കുന്നത്. കാര്യം രണ്ടും കൂടെ മിശ്രിതമാക്കി എടുക്കുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും. മറ്റേ ഒറ്റയ്ക്ക് എടുത്താലും കുഴപ്പമില്ല. ഞാനിത് ഒന്ന് ഞെവിടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. ആ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ഉള്ള മിശ്രിതത്തിൽ തന്നെ നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. 1 സ്പൂണില്ല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കുന്ന ഇച്ചിരി ഒരു എരിവിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് മുളക് പൊടിയും ചേർത്തു. ഞാനതിനിടയ്ക്ക് വീണ്ടും മുരിങ്ങയില കാണിച്ചത്, അത് നിങ്ങളെ അതിൻ്റെ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണിച്ചതാണ് കൂട്ടുകാരെ ഞാൻ. പിന്നെ നമുക്കിത് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടെ വെച്ചു വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കേണ്ടത്. ചതച്ചെടുത്ത ശേഷം നമുക്ക് വെന്ത് വന്നിരിക്കുന്ന മുരിങ്ങയില നമുക്ക് ഒന്നുകൂടെ കൂട്ടിയിളക്കാം. കാരണം അതിൻ്റെ വെന്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും മൂലത്തൊക്കെ ഇരുന്ന നമ്മുടെ മുരിങ്ങയില കുട്ടന്മാരുണ്ട്, അവന്മാരെയും കൂടെ ഒന്നുകൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചേർത്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മിശ്രിതമായ തേങ്ങാക്കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും ചേർത്ത് ഉപ്പ് പാകത്തിനും ചേർത്ത് നമുക്ക് ഒന്നുകൂടെ കൂട്ടി ഇളക്കി വെച്ച ശേഷം തപ്പിക്കൂട്ടി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നമുക്ക് വേവുന്നൊരു പരുവമായില്ല. ഇച്ചിരി കൂടെ അതിൻ്റെ ഈർപ്പമൊക്കെ, ആ തേങ്ങയുടെ ഒക്കെ ഈർപ്പം ഒന്നുകൂടെ ഒന്ന് മാറാനുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ അടപ്പ് വെച്ച് മൂടി നമുക്ക് വേവിക്കാം. ഇപ്പം ഏകദേശം റെഡിയായി വന്നതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇളക്കി എടുക്കാൻ പാകത്തിന് നമുക്ക് നമ്മുടെ മുരിങ്ങയില തോരൻ നമുക്ക് റെഡിയായിട്ടുണ്ട്. ചില നാട്ടിൽ മുരിങ്ങയില ഉപ്പേരി എന്ന് പറയുന്നുണ്ട്, മുരിങ്ങയില തോരൻ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുരിങ്ങയില തോരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിഭവമായി നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയായിരിക്കുന്നു കൂട്ടുകാരെ. എല്ലാവരും ട്രൈ